പി മുജീബ് റഹ്മാൻ സാഹിബിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയനായ അധ്യക്ഷൻ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് യതീഷ് ഖലീൽ സാഹിബ്, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് PI നൗഷാദ് സാഹിബ്, വേദിയിലിരിക്കുന്ന പ്രസ്ഥാന നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, ഒരു വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നത്. വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി നീണ്ട കാത്തിരിപ്പിനും ബോധവൽക്കരണത്തിനും ശേഷം വസ്തുനിഷ്ഠമായ പഠനങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് കേരളീയ സമൂഹത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഒരു പുതിയ പ്രക്ഷോഭമുഖം ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയവും ഭാവി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ നിർവാഹമില്ലാത്ത വിധം വളരെ മൗലിക പ്രധാനവുമായ ഒരു പ്രശ്നമാണ് ഈ പ്രക്ഷോഭത്തിലൂടെ സോളിഡാരിറ്റി ഉയർത്തിയിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. സോളിഡാരിറ്റി ഉന്നയിക്കുന്ന പ്രശ്നം മലബാറിന്റെ പ്രശ്നം എന്നതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വിവിധ സ്വഭാവത്തിലുള്ള ജനകീയ സമരങ്ങളോട് സമാനത പുലർത്താൻ കഴിയുന്ന ഒരു സമരം കൂടിയാണ് ഇത് എന്ന സമകാലിക സംഭവങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ലോകത്ത് തന്നെ സമരത്തിന്റെ പുതിയ കൈവഴികൾ വെട്ടിത്തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നമ്മുടെ രാജ്യത്തും അതിൻ്റെതായ ഒരുപാട് പുതിയ രീതികൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ തത്വശാസ്ത്രങ്ങളെയും രാഷ്ട്രീയ ദർശനങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഇക്കാലം വരെ അവലംബിച്ചിരുന്ന ജനത അവരെ കഴിയിച്ചുകൊണ്ട് അവരവരുടെ മൗലികമായ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും നിലനിൽപ്പിനും വേണ്ടി തെരുവിലിറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യ രാജ്യത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയുടെ തന്നെ വിവിധ കോണുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാതെ ഭരണകൂടങ്ങൾ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിന്റെ തുടർച്ചയാണ് കേരളക്കരയിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. നമുക്കറിയാം, ഇന്ന് രാജ്യത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയാണിത്. ഒരു കാലഘട്ടത്തിൽ നാം ബ്രിട്ടീഷുകാരനോടാണ് പടപൊരി ചെയ്തത്. എന്നിട്ടാണ് ഇന്ത്യ രാജ്യം അതിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ആ സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ ഇന്നത്തെ ഏറ്റവും ഭീകരവും ഭീഭത്സവുമായ ചിത്രമെന്ത് എന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. അതിൽ ജനങ്ങൾക്കുള്ള അസംതൃപ്തിയും എത്രമാത്രമാണ് ഉള്ളത് എന്ന് ഇന്ന് ജനങ്ങൾ തന്നെ ആരും മുന്നിൽ നിൽക്കാതെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അധിനിവേശ ശക്തികളെ കെട്ടുകെട്ടിച്ചതിന് ശേഷം അധികാരത്തിൽ വന്ന ജനപ്രതിനിധികൾ എന്ന ഓമനപ്പേരോടുകൂടിയുള്ള നമ്മുടെ ഭരണാധികാരികൾ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ രാജാക്കന്മാരെയും ബ്രിട്ടീഷുകാരെയും പരാജയപ്പെടുത്തും വിധമുള്ള പകൽക്കൊള്ളയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തും ലോകത്തെ നമ്മുടെ ഭരണകൂടങ്ങളിൽ, സംസ്ഥാന തലങ്ങളിലുള്ള ഭരണകൂടങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അഴിമതി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. അത്ഭുതം കണക്കെ രാജ്യത്തെ ബാധിച്ചിരിക്കുന്നു. ദുർഭയത്തിന്റെ പഴയകാല രാജകുടുംബങ്ങളെ പോലും വെല്ലുന്ന സ്വഭാവത്തോടു കൂടിയുള്ള രാജകീയ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായി നമ്മുടെ ഭരണാധികാരികൾ മാറിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ഇല്ലാത്തവൻ കൂടുതൽ ഇല്ലാത്തവനായി കൊണ്ടിരിക്കുന്ന കാഴ്ച നാം കാണുന്നു.
നീതി നിഷേധത്തിന്റെ, അതുപോലെ തന്നെ ഭൂമി നിഷേധത്തിന്റെ, അതുപോലെ തന്നെ നിലനിൽക്കുവാനുള്ള മൗലികമായ ആവശ്യങ്ങളുടെയും പ്രാഥമിക സൗകര്യങ്ങളുടെയും നിഷേധത്തിന്റെ കണക്കുകളും കഥകളും, ആ കണക്കുകളും കഥകളും വെച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളുമാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ജനത പ്രകോപിതരായാൽ അവരെ പഴി പറയാൻ കഴിയാത്ത സ്വഭാവത്തിലാണ് നമ്മുടെ ഭരണാധികാരികൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് തീഹാർ ജയിലിലേക്ക്, നമുക്കറിയാം കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ പൂജപ്പുര സെൻട്രൽ ജയിലാണ് നിയമസഭ കഴിഞ്ഞാൽ ചില മഹാന്മാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമെങ്കിൽ ദേശീയ അടിസ്ഥാനത്തിൽ നമ്മൾ ഭരിക്കുന്ന പല ഭരണാധികാരികൾക്കും പാർലമെന്ററി കാലഘട്ടം കഴിഞ്ഞാൽ വിശ്രമിക്കുവാനുള്ള കാലയളവ് പൂജപ്പുര സെൻട്രൽ ജയിൽ പോലെ തന്നെ തിഹാർ ജയിലിലേക്ക് നീക്കിവെച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ധൈര്യമുള്ള ദയാനിധിമാരും അതുപോലെ തന്നെ കൈമൊഴിയും ഉൾപ്പെടെയുള്ള ഒരു വലിയ പട്ടിക ഇന്ന് ജയിലറുകൾക്കകത്ത് അരികളെത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ അതിനുള്ള സൂചന കിട്ടിയത് കൊണ്ടാകാം നമ്മുടെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ ഈ അടുത്ത കേരളത്തിലേക്ക് വളരെ നല്ല സുഖവാസ കേന്ദ്രം തേടിക്കൊണ്ട് കടന്നു വന്നതും അധികം വൈകാതെ അദ്ദേഹത്തിനും അതിനകത്ത് പോകേണ്ടി വരുമെന്ന ഒരു സൂചന കിട്ടിയത് കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഥവാ നമ്മുടെ ഭരണാധികാരികൾ ലക്ഷക്കണക്കിന് കോടികളുടെ അഴിമതിയും അതുപോലെ തന്നെ അധാർമികതയും ജീവിതത്തിന്റെ ഭാഗമാക്കി വെക്കുകയും മറുഭാഗത്ത് ജീവിക്കുവാൻ വേണ്ടി അവകാശ പോരാട്ടങ്ങൾ നടത്തുന്ന ഒരു ജനവിഭാഗത്തെ പലപ്പോഴും പല അധിക്ഷേപങ്ങളിലൂടെ അവഗണിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് വിവിധ പേരുകൾ ഒരു പക്ഷേ പേരിട്ട് വിളിക്കാൻ കഴിയുന്നതാണ്. ഒന്നുകിൽ അത് നക്സലുകൾ എന്ന് നിങ്ങൾക്ക് പറയാം, അതല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ എന്ന് നമുക്ക് അവരെ തെളിവിളിക്കാം, അതുമല്ലെങ്കിൽ ഭീകരവാദികളും തീവ്രവാദികളും എന്ന് നമുക്ക് അവരെ അധിക്ഷേപിക്കാം. അതെല്ലാം കഴിഞ്ഞാൽ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ അവരവരുടേതായ ഭൂ അതിർത്തികൾക്കകത്ത് വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ വീണ്ടും രൂപകൊള്ളുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ നമുക്ക് ധാരാളമായി കാണാം. തെലുങ്കാന പ്രക്ഷോഭം ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, കേരളക്കരയിൽ കേരളത്തിലുള്ള ഭരണാധികാരികൾ അവരുടേതായ മാറി മാറി ഒന്നുകൊണ്ടുള്ള ഈ മാറ്റിവെച്ചുകൊണ്ടുള്ള കളിക്കകത്ത് ഇത്തരത്തിലുള്ള സമരത്തോട് കേരളത്തിലെ ഒരു ഭരണാധികാരിയും ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം മലബാറിനോട് അവഗണന കാണിക്കുവാൻ അവർക്ക് കരുത്തു പകരുന്നത് എങ്കിൽ ഞാൻ പറയുക, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ തുടർച്ച എന്ന അർത്ഥത്തിൽ ഭാവി കേരളത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉയർത്തുന്ന ഈ പ്രക്ഷോഭവും നമ്മുടെ ഭരണാധികാരികളുടെ സ്വപ്നം കെടുത്തുന്ന സ്വഭാവത്തെ വളർന്നു വരാൻ പോവുകയാണ്. ഒരു കാര്യം ഞാൻ ഭരണാധികാരികളെ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഒരു തെലുങ്കാന സോളിഡാരിറ്റി ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ നക്സൽ മോഡൽ പ്രവർത്തനങ്ങൾ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആഗ്രഹിക്കുന്നില്ല. പക്വതയുള്ള ആദർശ പ്രതിബദ്ധതയുള്ള ഒരു യുവനിരയെ അണിനിരത്തിക്കൊണ്ട് ജനാധിപത്യ സ്വഭാവത്തോടു കൂടിയുള്ള പ്രക്ഷോഭത്തിനാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ പറയുന്നു, 6 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾക്ക് ശേഷമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുന്നറിയിപ്പിന്റെ വിരൽ ചൂണ്ടിക്കൊണ്ട് അധികാര കേന്ദ്രത്തിലേക്ക് ഈ പ്രക്ഷോഭം നയിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ സോളിഡാരിറ്റിക്ക് ഇതിലൊരു പരിധിയോളം ജാഗ്രത പാലിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ഈ സമരത്തിന്റെ തീപ്പൊരി പാവപ്പെട്ട ജനവിഭാഗത്തിലേക്ക് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള പോർച്ചുഗീസുകാരനോട് പടവെട്ടിയ പാരമ്പര്യമുള്ള ആനുകൂല്യങ്ങളും നിലയുറപ്പിക്കുന്നത് പോലും ഒരു വാഗ്യ ട്രാജഡി ഹാളിനാൽ ഇതിനുപോലും ഒരുപാട് സമരത്തിന്റെ സ്മരണകൾ ഉയർത്തുന്ന ഒരു ഉത്തരമൂടനാൽ ഇത്തരം ഒരുപാട് പാരമ്പര്യമുറങ്ങുന്ന മലബാറിന്റെ മണ്ണിൽ നിന്ന് സോളിഡാരിറ്റി കോരിയിടുന്ന സമരത്തിന്റെ തീക്കനൽ നാളെ ഒരു വലിയ